നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അതിതീവ്ര ചൂടിനെ തുടർന്നു ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ തണ്ണൂർ പന്തൽ, വെള്ളം വിതരണം ചെയ്യുന്ന ബൂത്തുകൾ സ്ഥാപിക്കാനും സ്കൂളുകളിലും ആംഗൻവാടികളിലും കൂൾ റൂഫ് ഉറപ്പാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ട്രാഫിക് സിഗ്നലുകളുടെ സമയം കുറയ്ക്കാനും റോഡുകളിൽ യാത്രക്കാർക്കായി തണുത്ത വെള്ളം ലഭ്യമാക്കാനും മുഖ്യമന്ത്രി പ്രത്യേകമായി ഊന്നൽ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ തൃക്കരിപ്പൂരിൽ ഒരു ബാലവിവാഹ കേസ് പുറത്തുവന്നു. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 28 വയസ്സുള്ള പ്രവാസി ഇന്ത്യക്കാരനുമായി വിവാഹം കഴിപ്പിച്ചതായാണ് കണ്ടെത്തൽ. കോടതി നിർദ്ദേശപ്രകാരം ചന്തേര പോലീസ് വരനുൾപ്പെടെ 4 പേരെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സംഭവം സംസ്ഥാനത്ത് ബാലാവകാശ സംരക്ഷണത്തെക്കുറിച്ച് വീണ്ടും ഗൌരവമായ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. തൃശൂർ പൂരം 2026ന്റെ ഒരുക്കങ്ങൾ ഉച്ചകോടിയിൽ എത്തിക്കഴിഞ്ഞു. പ്രധാന ആഘോഷം ഏപ്രിൽ 26 തീയതിയാണ്. ഏപ്രിൽ 25 തീയതി വൈകുന്നേരം വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന ഈ ഉത്സവത്തിൽ ആനകളുടെ എഴുന്നള്ളിപ്പിനും പരമ്പരാഗത സംഗീതമായ ഇളഞ്ഞിത്തറ മേളത്തിനും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെയുണ്ടാകുന്ന കുടമാറ്റം കാണാൻ ഭക്തരിൽ വലിയ ആവേശമാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ 68 വയസ്സുള്ള ഒരു വയോധികനെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. അതിതീവ്ര ചൂടും ലൂബാധയും സൺസ്ട്രോക്ക് മൂലമായിരിക്കാം മരണമെന്ന് പോലീസ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ ഉയർന്ന താപനില തുടരുന്നതിനാൽ വയോധികർക്കും രോഗികൾക്കും ആരോഗ്യഭീഷണി വർദ്ധിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കമ്പത്തിൽ ഒരു അനധികൃത പടക്ക നിർമ്മാണ യൂണിറ്റിലുണ്ടായ ഭീകര അഗ്നിബാധയിൽ 2 പേർ ദാരുണമായി മരിച്ചു. രാവിലെ കട തുറക്കുന്നതിനിടെയായിരുന്നു പെട്ടെന്നുണ്ടായ പൊട്ടിത്തെറി. അഗ്നിശമനസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചെന്ന ആരോപണത്തിൽ ഫാക്ടറി ഉടമകൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് കാരുണ്യ KR 751 ലോട്ടറിയുടെ ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചത് ടിക്കറ്റ് നമ്പർ KY 7,94,625 വിജയികൾ 30 ദിവസത്തിനകം ടിക്കറ്റും തിരിച്ചറിയൽ രേഖകളും സർക്കാർ ലോട്ടറി ഓഫീസിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ആഴ്ചപ്പതിപ്പ് ലോട്ടറി ആയിരങ്ങളുടെയും ഭാഗ്യം മാറ്റിമറിച്ചു. കേരള ഫിഷ് വർക്കേഴ്സ് ഫോറം കൊല്ലത്ത് നടന്ന വാർഷിക സമ്മേളനത്തിൽ മണ്ണെണ്ണയുടെ വിലവർധന പിൻവലിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വർദ്ധിച്ച പ്രവർത്തന ചെലവും കുറഞ്ഞ മത്സ്യലഭ്യതയും കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അത്യന്തം ദുഷ്കരമായതായി നേതാക്കൾ പറഞ്ഞു. തീരദേശ സമൂഹങ്ങൾക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജും സുരക്ഷയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യക്കേസിൽ മുഖ്യപ്രതി ഡോക്ടർ M.K. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. എന്നാൽ കേസിലെ മറ്റൊരു പ്രതിയായ സംഗീത നമ്പ്യാരിന് ജാമ്യം അനുവദിച്ചു. ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും കർശന മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയോ ഭാവി നേതൃത്വത്തെയോ കുറിച്ച് പരസ്യമായി വിവാദ പരാമർശങ്ങൾ നടത്തരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അച്ചടക്കലംഘനം നടത്തിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ നിയന്ത്രിക്കുന്നതിനായാണ് ഈ നിർദ്ദേശം. കേരളത്തിലെ തിരുവനന്തപുരം സൈബർ പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് ശശിധരനെ സോഷ്യൽ മീഡിയയിൽ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഉദ്യോഗസ്ഥന്റെ ചിത്രത്തോടൊപ്പം അശ്ലീല ഭാഷയും ഭീഷണികളും പോസ്റ്റ് ചെയ്തുവെന്നതാണ് പരാതി. ഫേസ്ബുക്കിലെ നിരവധി അക്കൌണ്ടുകൾ തിരിച്ചറിഞ്ഞ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൗസം വകുപ്പ് പ്രവചിക്കുന്നത് ഈ വർഷം കേരളയിൽ മൺസൂൺ സാധാരണ സമയത്തേക്കാൾ മുൻപായി ഏകദേശം മെയ് 25 തീയതിയോടെ എത്തുമെന്നാണ്. ഇതോടെ സംസ്ഥാനത്തെ കർഷകർക്ക് വലിയ ആശ്വാസമാണ്. എന്നാൽ നിലവിൽ തുടരുന്ന അതിതീവ്ര ചൂടിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില ജില്ലകളിൽ ഏപ്രിൽ 29 തീയതി ചിതറിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ലൂ പോലുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ആരോഗ്യവകുപ്പ് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ പുറത്തുപോകരുതെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പല പ്രദേശങ്ങളിലും താപനില 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. തൊഴിലാളികളുടെ ജോലിസമയം മാറ്റുന്നതിനും സർക്കാർ തൊഴിൽ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് യാത്രക്കാരുടെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനായി സേവന വിപുലീകരണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ വരെ നീളുന്ന പുതിയ ലൈനിൽ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി ഉയർന്നതായി അധികൃതർ അറിയിച്ചു. സ്റ്റേഷനുകളിൽ സൌരോർജ്ജ പാനലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഡിജിറ്റൽ ടിക്കറ്റിംഗ് സംവിധാനം കൂടുതൽ ലളിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുകയാണ് ലക്ഷ്യം.
വയനാട്ടിലെ ചായത്തോട്ടം തൊഴിലാളികൾ വേതനവർദ്ധനയും ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതീകാത്മക പ്രതിഷേധം നടത്തി. വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റത്തിൽ നിലവിലെ ദിവസവേതനം മതിയാകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത പക്ഷം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകേണ്ടിവരുമെന്ന് ട്രേഡ് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി. കേരള ടൂറിസം വകുപ്പ് വരാനിരിക്കുന്ന വേനൽ അവധിക്കാലത്ത് ബാക്ക് വാട്ടർ ടൂറിസം മേഖലയിലേക്ക് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആലപ്പുഴയിലും കുമരകത്തും ഹൌസ് ബോട്ട് ബുക്കിംഗുകളിൽ 20% വർധന രേഖപ്പെടുത്തി. ആഭ്യന്തരവും വിദേശവുമായ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പുതിയ പാക്കേജുകളും സാഹസിക കായിക വിനോദങ്ങളും ആരംഭിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നഗരസഭ പുതിയ ഗ്രീൻ പ്രോട്ടോകോൾ നയം നടപ്പാക്കി. പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിക്കാത്ത വീടുകൾക്ക് ഇനി പിഴ ചുമത്തും. വീട്ടുവളപ്പിൽ കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നവർക്കായി സബ്സിഡി നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തെ മാലിന്യമുക്തവും ശുചിത്വപരവുമായതാക്കുകയാണ് ലക്ഷ്യം. ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ കാട്ടാനശല്യം തുടരുകയാണ്. അടുത്തിടെ ഒരു ആന ചായത്തോട്ടത്തിനടുത്ത് നിർത്തിയിരുന്ന ഒരു വാഹനത്തിന് നാശം വരുത്തി. വനവകുപ്പ് ബാധിത പ്രദേശങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കി. രാത്രിയിൽ പുറത്തുപോകരുതെന്ന് നാട്ടുകാരോട് മുന്നറിയിപ്പ് നൽകി. ജനവാസ മേഖലകളിൽ നിന്ന് ആനകളെ അകറ്റാൻ സൗരോർജ്ജ വേലികൾ സ്ഥാപിച്ചുവരുന്നു. കോട്ടയത്ത് റബ്ബർ വില ഇടിയുന്നതിനെതിരെ കർഷകർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി. റബ്ബറിന്റെ കുറഞ്ഞപക്ഷ പിന്തുണ വില കിലോഗ്രാമിന് 250 രൂപയായി ഉയർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പ്രാദേശിക കർഷകരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിതീവ്ര ചൂടിനെ തുടർന്ന് ജലജന്യ രോഗങ്ങളും ചിക്കൻ പോക്സും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരള ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകളും ORS പാക്കറ്റുകളും സജ്ജമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം കുടിക്കാനും വ്യക്തിഗത ശുചിത്വം പാലിക്കാനും ജനങ്ങളെ ഉപദേശിച്ചു. മലപ്പുറത്ത് സംശയാസ്പദമായൊരു മയക്കുമരുന്ന് കടത്ത് സംഘത്തെ പോലീസ് പിടികൂടി. വലിയ തോതിൽ സിന്തറ്റിക് ഡ്രഗ്സ് പിടിച്ചെടുത്തു. 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകൾ എത്തിച്ച് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അന്താരാഷ്ട്ര ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിച്ചുവരുന്നു. കേരള ഹൈക്കോടതി ഒരു പ്രധാന വിധിയിൽ വിദ്യാർത്ഥികളുടെ സമാധാനപരമായ പ്രതിഷേധാവകാശം മാനിക്കപ്പെടണമെന്ന് വ്യക്തമാക്കി. എന്നാൽ അതുവഴി അക്കാദമിക് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ക്യാമ്പസുകളിൽ ശാസന പാലിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു.